കുമാരനെ യേശുനാഥനെ കയ്യിലെടുത്തവനെ തിരുസഭ തന്നെ സംരക്ഷകനെ നന്മരണത്തിൻ പുണ്യവാനേ തിന്മക്കൾക്കു മധ്യസ്ഥനായെന്നും ഉണ്ടാകണേ കുടുംബങ്ങളെ പാലിക്കുന്ന യൗസേപ്പ് പിതാവേ തിന്മക്കൾക്കു മധ്യസ്ഥനായെന്നും ഉണ്ടാകണേ കുടുംബങ്ങളെ പാലിക്കുന്ന യൗസേപ്പ് പിതാവേ ദാവീദിന്റെ വംശജനാം വിശുദ്ധ താതനേ ദൈവപിതാവിൻ വാഗ്ദാനം പൂർത്തിയാക്കിയോനേ ദാവീദിന്റെ വംശജനാം വിശുദ്ധ താതനേ ദൈവപിതാവിൻ വാഗ്ദാനം പൂർത്തിയാക്കിയോനേ നിൻ മക്കൾക്കു മധ്യസ്ഥനായെന്നും ഉണ്ടാകണേ കുടുംബങ്ങളെ പാലിക്കുന്ന യൗസേപ്പ് പിതാവേ വണങ്ങുന്നു ഞങ്ങൾ മാർ യൗസേപ്പ് പിതാവേ വണങ്ങുന്നു ഞങ്ങൾ മാർ യൗസേപ്പ് പിതാവേ വിശുദ്ധ ഔസേപ്പ് പിതാവ്. പിതാവായ ദൈവത്തിൻ്റെ പിതൃവാത്സല്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ നിഴലാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. രക്ഷാകര ചരിത്രത്തിൻ്റെ ആരംഭത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത എളിമയുള്ള മനുഷ്യൻ. ശിശുവിനെയും മാതാവിനെയും സംരക്ഷിക്കാൻ ദൈവം പ്രവർത്തിച്ച യഥാർത്ഥ അത്ഭുതം. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ ഈശോ മിശിഹായോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി. മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശ്ശീലയായി വർത്തിച്ചുകൊണ്ടും ഉണ്ണി മിശിഹായെ ജീവാപായത്തിൽ നിന്ന് രക്ഷിച്ചും വിശുദ്ധ യൗസേപ്പ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു. യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്തിന് മുൻപ് തന്നെ വിശുദ്ധ യൗസേപ്പ് മരിച്ചിരുന്നു എന്ന് തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണം നസ്രത്തിൽ വെച്ച് ഈശോയുടെയും മാതാവിൻ്റെയും സാമീപ്യത്തിലായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ നന്മരണത്തിൻ്റെ മധ്യസ്ഥനായി തിരുസഭ അദ്ദേഹത്തെ വണങ്ങുന്നു. മാർച്ച് മാസം ആഗോള സഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ വണക്കത്തിനായി തിരുസഭ പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്നു. പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് മാർച്ച് 19 മാർ യൗസേപ്പിൻ്റെ തിരുനാളായി സാർവത്രിക സഭയിൽ കൊണ്ടാടണമെന്ന് പ്രഖ്യാപിച്ചത്. സെൻറ്റ് ജോസഫ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 19 ഇടവക മധ്യസ്ഥനും സെൻറ്റ് ജോസഫ് കുടുംബത്തിൻ്റെ മധ്യസ്ഥനും പിതാവുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ, സ്വർഗീയ പ്രവേശന തിരുനാൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. മാർച്ച് മാസം മുഴുവൻ ഇടവക കുടുംബത്തിനും സെൻറ്റ് ജോസഫ് കുടുംബാംഗങ്ങൾ പ്രത്യേകമായും ഔസേപ്പ് പിതാവിൻ്റെ വണക്കമാസം ഭക്ത്യാദരപൂർവ്വം ആചരിക്കുന്നു. 2025 മാർച്ച് മാസം 9-ാം തീയതിയിലെ സ്നേഹ കൂട്ടായ്മയോട് ചേർന്ന് സെൻറ്റ് ജോസഫ് കുടുംബാംഗങ്ങൾ ഔസേപ്പ് പിതാവിൻ്റെ ആഘോഷമായ വണക്കമാസ പ്രാർത്ഥന ചൊല്ലിയും ഗാനമാലപിച്ചും മറ്റും ഔസേപ്പ് പിതാവിൻ്റെ സ്വർഗീയ പ്രവേശന തിരുനാൾ അനുസ്മരിച്ച് പ്രാർത്ഥിച്ച് ആഘോഷിക്കുകയുണ്ടായി. കൂടാതെ ഇടവക കുടുംബത്തോട് ചേർന്ന് മാർച്ച് മാസം 19-ാം തീയതിയിലെ ഊട്ടുനേർച്ച തിരുനാളിന് കൊടിയേറുന്ന മാർച്ച് 16-ാം തീയതി സെൻറ്റ് ജോസഫ് കുടുംബാംഗങ്ങൾ അന്നത്തെ വിശുദ്ധ കുർബാനയുടെ നേതൃത്വം ഏറ്റെടുത്തും കാഴ്ച സമർപ്പണത്തിലൂടെയും നേർച്ച വിതരണത്തിലൂടെയും തങ്ങളുടെ മധ്യസ്ഥനോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിൻ ജീവിത മാതൃക പകർന്നു നൽകിയവൻ,
കുടുംബനാഥന്മാരുടെയെല്ലാം പുണ്യവാനേ, അധ്വാനത്തിൻ ജീവിത മാതൃക പകർന്നു നൽകിയവൻ, കുടുംബനാഥന്മാരുടെയെല്ലാം പുണ്യവാനേ. നിന്മക്കൾക്കു മധ്യസ്ഥനായെന്നും ഉണ്ടാകണേ, കുടുംബങ്ങളെ പാലിക്കുന്ന യോസേപ്പ് പിതാവേ, വണങ്ങുന്നു ഞങ്ങൾ മാർ യോസേപ്പ് പിതാവേ, വണങ്ങുന്നു ഞങ്ങൾ മാർ യോസേപ്പ് പിതാവേ. കാത്തിടണമേ തനയരെ ദുഷ്ടാരൂപിയിൽ നിന്നും, നീതിമാന്റെ പാതയിലെന്നും നീങ്ങുവാനും. കാത്തിടണമേ തനയരെ ദുഷ്ടാരൂപിയിൽ നിന്നും, നീതിമാന്റെ പാതയിലെന്നും നീങ്ങുവാനും. നിന്മക്കൾക്കു മധ്യസ്ഥനായെന്നും ഉണ്ടാകണേ, കുടുംബങ്ങളെ പാലിക്കുന്ന യോസേപ്പ് പിതാവേ, വണങ്ങുന്നു ഞങ്ങൾ മാർ യോസേപ്പ് പിതാവേ, വണങ്ങുന്നു ഞങ്ങൾ മാർ യോസേപ്പ് പിതാവേ. തിരുക്കുടുംബത്തിൻ കാവൽക്കാരനെ, യേശുനാഥനെ കയ്യിലെടുത്തവനെ, തിരുസഭ തന്നുടെ സംരക്ഷകനെ,